പോലീസിന് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം എപ്പോഴാണെന്നുള്ളതാണ് പറയുന്നത്. എന്താണ് പോലീസിന് ഒരു വ്യക്തിയെ എപ്പോൾ അറസ്റ്റ് ചെയ്യാം? ഈ കുറ്റങ്ങൾ രണ്ട് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയും. കൊഗ്നൈസബിൾ ഒഫൻസ് എന്നും നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് എന്നും. കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ തെളിയിക്കപ്പെട്ട കുറ്റം. അതായത് ഒരു പോലീസ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരാൾ കത്തിയെടുത്ത് വേറൊരാളെ കുത്തിയിട്ട് കത്തിയുമായിട്ട് ഇങ്ങനെ ചോരപ്പുരണ്ട കത്തിയുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ കുറ്റം അവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് അല്ലേ? അതിനെ കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയും. ഉടനെ ആ പോലീസ് ഉദ്യോഗസ്ഥന് ആ വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കാം, അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു വരുന്നത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എപ്പോഴൊക്കെ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഒഫൻസ് രണ്ട് വിധമുണ്ട്. കൊഗ്നൈസബിൾ ഒഫൻസ് എന്നും നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് എന്നും. കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതാണ്. പോലീസ് നോക്കുമ്പോഴത്തേക്ക് അയാൾ അവിടെ അല്ലെങ്കിൽ റോഡിൽ ഭയങ്കരമായിട്ട് മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നു. കൊഗ്നൈസബിൾ ഒഫൻസ് ആണ്, അറസ്റ്റ് ചെയ്യാം. ഇനി നോൺ കൊഗ്നൈസബിൾ ഒഫൻസ്, തെളിയിക്കപ്പെടാത്ത കുറ്റം, തെളിയിക്കപ്പെട്ടില്ല. അപ്പോൾ അത് എന്ത് ചെയ്യണം? തെളിയിക്കപ്പെടണേ എന്ത് ചെയ്യണം? അപ്പോൾ അത് എങ്ങനെയുള്ള കുറ്റങ്ങളെന്ന് ആദ്യം നോക്കാം. ഇപ്പം ഞാനും എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ബിസിനസ് ചെയ്തു, ഞങ്ങൾ തമ്മിൽ സാമ്പത്തിക തർക്കം വന്നു. അപ്പോൾ ഞാൻ ചെക്ക് കൊടുത്തു, അയാൾ പറയുന്നു, അയാളൊരു പരാതി എന്നിൽ പറയുന്നു, ഞാൻ അയാൾ. അപ്പോൾ ഇത് പോലീസുകാർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വിചാരണ വെച്ച് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് അറിയേണ്ടതാണ് അല്ലേ? അപ്പോൾ നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് ആണ്, അതായത് തെളിയിക്കപ്പെടാത്ത കുറ്റം. തെളിയിക്കപ്പെടാത്ത കുറ്റത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പോലീസ് FIR ഇട്ട് കോടതിയിൽ കൊടുത്ത് കോടതി പറയണം, അറസ്റ്റ് വാറണ്ട് ഡിക്ലെയർ ചെയ്യും. മജിസ്ട്രേറ്റ് കോടതി ആദ്യം എന്ത് ചെയ്യും? സമൺ അയക്കും. പിന്നെ അത് നോൺ ബെയിലബിൾ വാറണ്ട് ആവും. വാറണ്ടായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നോൺ ബെയിലബിൾ ഒഫൻസ് ആവും കേട്ടോ. വാറണ്ട്, ഒരു കോടതിയിൽ നിന്ന് വാറണ്ട് വരിക എന്ന് വെച്ചാൽ വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം, വാറണ്ടും സമണും എന്താണെന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് ഒഫൻസസിൽ ആദ്യത്തെ ഒഫൻസിൽ പോലീസിന് ഇമീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യാം. കാരണം അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ 24 മണിക്കൂറിനകം കോടതി പ്രൊഡ്യൂസ് ചെയ്യും. കൊഗ്നൈസബിൾ ഒഫൻസ്, ഒരാൾ കത്തിക്കുത്തോ അടിപിടിയോ മദ്യപിച്ച് റോഡിൽ ബഹളം ഉണ്ടാക്കുകയോ വഴിയെ പോകുന്നവരെ ശല്യം ചെയ്യുകയോ ഇത്യാദി കാര്യങ്ങൾ വരുമ്പോൾ അത് കൊഗ്നൈസബിൾ ഒഫൻസ് ആണ്. പോലീസിന് അപ്പം തന്നെ ആ തെളിയിക്കപ്പെട്ട കുറ്റം, ഇതാണ് ഇത് പറയുന്നത്. നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് വെച്ച് തെളിയിക്കപ്പെടാത്ത കുറ്റം. അപ്പോൾ എപ്പോഴാണ് ഇത് തെളിയുന്നത്? കോടതിയിൽ വിചാരണയ്ക്ക് വരും. കോടതിയിൽ ആ കേസിന്റെ സ്വഭാവം അനുസരിച്ചാണ് കേട്ടോ. കൊലപാതകമൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ സെഷൻസ് കോർട്ടിലായിട്ടാണ് പോകുന്നത്. വലിയ കോടതിയിൽ സീനിയർ ജൂനിയർ കോടതികളുണ്ട്. അതായത് സെക്കൻഡ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, അവിടെ ഇവിടെ ഇല്ല. 1 വർഷം വരെ കൊടുക്കാവുന്ന ഏറ്റവും ചെറിയ കുറ്റങ്ങൾ അതാണ്. നമ്മുടെ നാട്ടിലില്ല. സെക്കൻഡ് ക്ലാസ് നിങ്ങൾ ആരും കേട്ട് കാണില്ല. ഫസ്റ്റ് ക്ലാസ് മുതലാണ് തുടങ്ങുന്നത്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി എന്ന് പറഞ്ഞാൽ 1 വർഷം മുതൽ 3 വർഷം വരെയുള്ള ശിക്ഷകൾ അവിടെയാണ് ആ കേസ് ട്രയൽ നടക്കുന്നത്. അപ്പോൾ ഈ പിടിച്ച പ്രതിയെ എന്ത് ചെയ്യും? പോലീസുകാർക്ക് ഉടനെ പെട്ടെന്ന് എന്താണെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് അതിന് നോൺ കൊഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞിട്ട് FIR ഇട്ട് എവിടെ കൊടുക്കും? കോടതിയിൽ കൊടുത്ത് കോടതിക്ക് അവിടെ കേസ് ഫയലാവും. എന്നിട്ട് കോടതി നോട്ടീസ് അയച്ച് ഇവരെ വിളിച്ചു വരുത്തി എന്താണ് എന്നുള്ള വിചാരണ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എപ്പോഴും ഒരു ക്രൈം കമ്മിറ്റ് ആകുമ്പോഴത്തേക്ക് ക്രൈം ഡിഫൻസ് ലോയറായിട്ട് ആരെങ്കിലും ഒരു വക്കീലിനെയും കൊണ്ടുപോകും. അപ്പുറത്തെ സൈഡ്, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് APP ആണ്, അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ. ആരാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ? ഗവൺമെന്റ്. ഒരു ക്രൈം കമ്മിറ്റ് ആകുമ്പോൾ എപ്പോഴും വാദി ആരാണ്? സർക്കാരാണ്. ക്രിമിനൽ ഒഫൻസുകൾക്കെല്ലാം വാദി ആരാണ്? സർക്കാരാണ്. അപ്പോൾ അപ്പുറത്തെ ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ വരുന്ന പ്രോസിക്യൂഷന് പറയുന്ന ആണ് APP എന്ന് പറയും. അപ്പോൾ കൊഗ്നൈസബിൾ ഒഫൻസ്, നോൺ കൊഗ്നൈസബിൾ ഒഫൻസ്, രണ്ട് വ്യത്യാസം മനസ്സിലായോ?